ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തയില തോരനാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അതായത് ഇതിന് വേണ്ടിയിട്ട് മത്തയില എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തയിലയുടെ പുതിയ പുതിയ വരുന്ന ഇലകളുണ്ടല്ലോ, അതാണ് നമ്മൾ മത്തയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കുറച്ചധികം തന്നെ മത്തയില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം അതിനകത്തിൽ പുഴുവൊന്നും ഇല്ലെന്ന് കണ്ടിട്ട് അതെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം അതിൻ്റെ അകത്തിലെ വെള്ളമെല്ലാം വാലാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വെള്ളമെല്ലാം തോന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മത്തയിലയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരപ്പുണ്ടാക്കണം. തേങ്ങ, മഞ്ഞൾപ്പൊടി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ 5-6 അല്ലി കാന്താരിയും കൂടെ എടുത്ത് അരിഞ്ഞു വെക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് സവാള എടുത്ത് മാറ്റി വെക്കാം അരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് കടുകിട്ട് പൊട്ടിക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച കുറച്ച് സവാള ഉണ്ടല്ലോ, ഒന്നുകിൽ സവാള അല്ലെങ്കിൽ നമ്മൾ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇലയുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇല ആയതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നേരം ആവി കയറ്റേണ്ട കാര്യമില്ല. 2 ആവി വരുന്ന ഒരു കണക്ക് നോക്കിയാൽ മതി. ആദ്യത്തെ ആവി വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് പിന്നെയും ഒരാവിയും കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ രണ്ടാമത്തെ ആവിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മത്തയിലയൊക്കെ തോരൻ വെക്കുന്നത്. സാധാരണ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ. ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും നമ്മുടെ ഫുഡിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇതേപോലത്തെ ഇലകളൊക്കെ എടുത്ത് തോരൻ വെക്കുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നിങ്ങളും മാക്സിമം ഇലക്കറികളൊക്കെ കഴിക്കാൻ നോക്കുക.